അസ്സലാമലൈക്കും വറഹമത്തുള്ള. ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കേരള സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് ഫിഷ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നാളികേരമൊന്നും ചേർക്കാതെ നല്ല കൊഴുപ്പുള്ള നല്ല മീൻകറി. ഇത് നമുക്ക് എല്ലാ പലഹാരത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ കപ്പക്കൊക്കെ അടിപൊളിയാട്ടോ. കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ ഏത് രൂപത്തിലായിരിക്കും. നല്ല എരിവും പുളിയും ഗുണവും മണവും ഒക്കെ ഉള്ള അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടൂറോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നല്ലോണം ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വേപ്പിലയും കൂടി ഇടണേ. വേപ്പിലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം അത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മുടെ കുടംപുളി നല്ലോണം കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് നേരം ഒഴിച്ച് വെച്ചാൽ മതി. അതിൻ്റെ പുളിയൊക്കെ ഇളകുമ്പോൾ നമുക്കത് കറിയിലേക്ക് എടുത്തൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തേക്കുമായിരുന്നു. കഴുകിയെടുത്തതിന് ശേഷം തിളപ്പിച്ചെടുത്തു. അത് മീൻ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അതൊക്കെ ഇട്ട് മീൻ കറി നല്ലോണം തിളച്ച് അത് അരപ്പൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കിയ മീൻ, ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഉറത്തലാണ് എടുത്തേക്കണം.